സാധനങ്ങളൊക്കെ നന്നായാൽ സദ്യ നന്നാവും. എന്നാ പറഞ്ഞ പോലെ 24-ാം തീയതി ഉച്ചയോടുകൂടി എരിശ്ശേരി അങ്ങ് എത്തിക്കോളും. സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് എത്താം. കലണ്ടറിന്റെ ഡയറിയിൽ വല്ലതും കുറിക്കണാവോ? അതൊക്കെ അച്ഛനെ പോലെ എന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. എന്നാ വരട്ടെ. ആയിക്കോട്ടെ. ചേട്ടച്ചാ, ചേട്ടച്ചൻ ഇപ്പഴെന്താ പാൻസ് ഒന്നും ഇടാത്തെ? അതൊക്കെ എന്താ ഇപ്പൊ പറയണ്ടേ? ചേട്ടച്ചൻ ആ ജോലി വേണ്ടെന്ന് വെച്ചതാണോ അതോ പിരിച്ചുവിട്ടതാണോ? എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചിട്ട് ഇപ്പൊ നീ തന്നെ എന്ന് ചോദിക്കാ? എന്നാലേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ആ ജോലി ഇനിയും കിട്ടുവോ? ഈ പാചകത്തിന് നടപ്പ് ഒരു രസമില്ലാത്ത പണിയാ. ആരെങ്കിലും ചോദിച്ചാ? സ്റ്റാറ്റസ് ഇല്ലാത്ത പണിയായതുകൊണ്ട് മൂക്ക് നാണക്കേടുണ്ടല്ലേ? അയ്യോ അതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂട്ടുകാരോട് എനിക്ക് ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാൽ മതി. എടാ പോയി ആ മുഖത്തെ കരിയും ഏർപ്പൊക്കെ അങ്ങ് തുടച്ചോളാ. അതിപ്പോ എന്റെ റോൾ ഇവിടുത്തെ കല്യാണ ചെറുക്കന്റെ ഒന്നും അല്ലല്ലോ. ഇങ്ങനെ ആയാലും എന്താ? അതല്ലേ? പിന്നെ എടാ അത് നമ്മുടെ മീനാക്ഷി അല്ലേ? അത് അവളൊന്നും അല്ല. അവളുടെ ഒരു ചായ ഉണ്ടെന്നല്ല. ആണടാ പോയി. നീ എങ്ങനെ ഇവിടെ വന്നു? കണ്ടപ്പോ ആകെ ഒരു സർപ്രൈസ് ആയി പോയി. എന്റെ ടീച്ചറിന്റെ മാരേജാ. ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും അല്ലേ? എന്റെ ചേട്ടൻ ഡോക്ടർ രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ അല്ല, രാമകൃഷ്ണൻ. അച്ഛനമ്മയുടെ പേര് മാറ്റാൻ നിനക്ക് അധികാരമില്ല. പിന്നെ ഇത് ഞാനിവിടുത്തെ പാചകക്കാരനാ. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കുക്ക്. വേണമെങ്കിൽ ചീഫ് കുക്ക് എന്ന് വിളിക്കാം. എടാ ഉപയോഗ അത് അല്ല, എനിക്ക് ലേശം ഈ കടുവ് ഇറക്കാനുണ്ട്. പിന്നെ കാണാം. പിന്നെ നീ കോളേജിലാണെന്ന് അറിഞ്ഞപ്പോ നിർമ്മലക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പൊ പോയത് എന്റെ ചേട്ടച്ചനാ. എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. ബോൾഡായിട്ട് പറയോ? ഇതെന്ത് മര്യാദയാ? നീ ഏതാ കുട്ടി? What do you want? എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. മീനു, if you don't mind, sit there. ഇരിക്കുന്നേ. ഇനി എനിക്ക് സഹിക്കില്ല. Tell me, who are you? അതറിഞ്ഞ നിങ്ങൾക്ക് തീരെ സഹിക്കില്ല. മാതൃത്വവും മനസാക്ഷിയും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളായി ജീവിക്കേണ്ടിരുന്നവളാണ് ഞാൻ. സത്യത്തിൽ നിങ്ങളെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷേ മീനു, നീ എന്തായി പറയാൻ പോണേ? നേരി കണ്ടപ്പോ എനിക്കിഷ്ടായി. ഓ മൈ ഗോഡ് മീനാക്ഷി, സത്യത്തിൽ ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയും കാലം ഞാൻ നിന്നെയാണല്ലോ അകറ്റി നിർത്തിയത്. ചേട്ടച്ചാ, ഈ വീക്കെൻഡിൽ പ്ലീസ് ലെറ്റ് മീ ബി ഫ്രീ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷേ എന്താ കാര്യമെന്ന് ഞാനൊന്ന് അറിയട്ടെ. അല്ല, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാഡി ഇന്ന് വരും. എന്നെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. പ്ലീസ്, ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടച്ചാ. വേണോ മോളെ? അല്ലെങ്കിൽ ആ കുട്ടി പിണങ്ങും. വേണ്ട, ആ കുട്ടിയെ പിണക്കണ്ട. നീ വന്നില്ലേലും ചേട്ടച്ച പിണങ്ങില്ല. മോള് വയ്ക്കോ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച വല്ലതും വരാം.
മംഗളമേ കഥനം ചെയ്താൽ മംഗളമായി വരും അഖിലജനാന. Nirmala, actually what kind of a performance is this? Meenu, is it Kudiyattam? No, it's Ottantullal. Oh. ഈ ഓട്ടംതുള്ളലൊക്കെ മീനു എവിടുന്ന് പഠിച്ചു? നാട്ടിലെ ഉത്സവത്തിന് കണ്ടിട്ടുണ്ട്. ഇത് മാത്രല്ല, മീനു കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓ, ഐ സീ. അതിന്റെ ഭംഗി ആ ബോഡിക്കുണ്ട്. ഇത്രയും മുടി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭംഗിയാണെന്ന് പറയായിരുന്നു. ഓ, ഈ ടൈപ്പ് മുടി എനിക്കായിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ചേനെ. ഇത്രയും ഭംഗിയും കഴിവും മിടുക്കും ഒക്കെയുള്ള മീനുവിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന നിർമ്മല ആന്റിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്നത് വെറുതെ അല്ല. വി ഹാവ് എൻ ഐഡിയ. എന്താ അത്? നമ്മുടെ ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ മീനുവിന് മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ അയക്കാം. അയക്കല്ലേ? Be a model all the time. It's very unnatural. It's not really me, and it's not. Most of the girls are very, when they're not working, they're very more relaxed, much more relaxed. And Stephanie makes the job look so easy. മീനാക്ഷി, ഫൈൻ ആർട്സുകളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ആ മിസ്സസ് രാമകൃഷ്ണൻ ഒന്ന് പിക്ക് ചെയ്തത്. ഫൈൻ ആർട്സ് ഹാളിലല്ലേ? അതെ. അവനോട് ചോദിച്ചോ? അവൻ സമ്മതിച്ചോ? എനിക്കത് അറിയണം. ചേട്ടച്ചനോട് ചോദിച്ചാൽ സമ്മതിക്കില്ല, അതുകൊണ്ട് ചോദിച്ചില്ല. സൗന്ദര്യത്തിന്റെ മായികഭാവം കൊണ്ട് കണ്ണം ജപിക്കുന്ന ഒരു സായാഹ്നം. മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ. എത്ര? ഈ സൗന്ദര്യ മത്സരം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്ന പ്രായോജകർ എക്സ്പോർട്സും ജലിറ്റ പബ്ലിസിറ്റി. നീ ഈ നേരത്തെ എൻകറേജ് ചെയ്യുന്നതിന് പകരം പ്ലീസ് പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നൊന്നും അവൻ സഹിക്കത്തില്ല. കം വിത്ത് മീ, നമുക്ക് പോവാം. ഡോക്ടർ അങ്കിൾ, ഈ 11th അവറിൽ ഇങ്ങനെ വന്ന് ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. മീനാക്ഷി ഞങ്ങളുടെ ക്ലബിന്റെ അഭിമാനമാണ്. Miss Kochi Contest 1993. Ladies and gentlemen, now on the stage, code number 234. look. Look, Jack. Hi. Code number 305.
ഞാൻ ഒരുപാട് പാടുപെട്ട് വളർത്തിയാടാ. നിനക്കൊക്കെ കൂടെ കുത്തി പറിക്കാനുള്ളതാ അവിടെ. നിനക്കറിയാമല്ലേ നിന്റെ പോടോ. ഈ വർഷത്തെ മിസ് കൊച്ചി കുമാരി മീനാക്ഷി. ക്ലബിലുള്ള പലർക്കും എന്നോടിനെ അസൂയായിരിക്കും. ക്രൗൺ കിട്ടിയത് മീനാക്ഷിക്കല്ലേ, അതിന് നിന്നോട് എന്തിനാ അസൂയ? മീനു എന്റെ അല്ലേ? എന്റെ മോളാന്നാ പലരും പറയുന്നേ. വേഷം കെട്ടി പ്രദർശിപ്പിക്കാനേ ഇങ്ങേരുടെ പെണ്ണും പിള്ളേ അവരുടെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഇറക്കിയാ മതി. പെമ്പർ നോത്തി പറയുന്ന കേട്ടോണ്ട് എന്റെ മീനാക്ഷി എടുത്തിട്ട് അമ്മാനാടിയാലുണ്ടല്ലോ ചേട്ടാണെന്ന് ഞാൻ നോക്കത്തില്ല. വീട്ടിൽ കയറി ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്നത് മര്യാദയല്ല, പറഞ്ഞേക്കാം. ഇതെന്റെ വീടാ, ഞാനിവിടെ നിൽക്കും. മീനാക്ഷിയെ നിങ്ങൾ നശിപ്പിക്കരുത്. യു ജസ്റ്റ് മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾ അതൊക്കെ ചെയ്യും, നിങ്ങളുടെ സംസ്കാരം അതാ. അവളെ 10-16 വർഷമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത് അങ്ങനല്ല. അതൊരു കടുകട അവള് മാറിയാൽ അവള് മാറില്ല, മാറ്റി ഞാൻ സഹിക്കില്ല. നീ നിമ്മിയെ മാത്രം കുറ്റപ്പെടുത്തരുത്, അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇല്ല. ഞാൻ മീനാക്ഷി കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. സിറ്റിയും ഹോസ്റ്റലും കോളേജും ഒക്കെ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതിന്റേതായ ചേഞ്ച് അവൾക്കുണ്ട്. അവളെ എനിക്കറിയാം. എന്റെ മീനാക്ഷി ഒരിക്കലും അവൾ അങ്ങനെ ആവില്ല. നിങ്ങക്ക് മനസ്സിലാവില്ല. ഒരു അമ്മയുടെ, അച്ഛന്റെ, ചേട്ടന്റെ എല്ലാവരുടെയും വേദന എനിക്ക്. നിങ്ങളൊക്കെ എനിക്ക് പേടിയാ. ചെക്കിംഗ്. മീനാക്ഷി താൻ ഇന്ന് മിസ് കൊച്ചിനായതിന്റെ ഒരു സെലിബ്രേഷൻ ആണല്ലോ ഇന്ന്. സോ കം ആൻഡ് ജോയിൻ us please. തന്റെ ഈ മൂടൊന്ന് മാറ്റാൻ വേണ്ടിട്ടല്ലേ മിസ് കൊച്ചിൻ ഞങ്ങൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത്. സോ ഹാവ് ഇറ്റ്. ഒന്നിൽ ഓറഞ്ച് ജ്യൂസ്, ഒന്നിൽ കോള. മീനിന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്വന്തം വിധി നിർണ്ണയിക്കാനുള്ള അവസരം തനിക്ക് എന്നെ വിട്ടുവന്നിരിക്കും. എന്താണ് കാര്യം പറ പ്ലീസ്. അതെടുക്കാം, ഇതെടുക്കാം, ഏത് വേണം എടുക്കാം. തന്നെ വെറുതെ വീട്ടാനല്ലേടോ ഇവരിത് പറഞ്ഞ. തന്റെ ചേട്ടച്ചൻ ഒരു പരമ ബോറനാണ്. അതെ അതെ വെറും ഒരു കൺട്രി. അയ്യോ അന്നെ ചേട്ടച്ചനെ പോലെ കൺട്രി ആക്കാനല്ലേ ഇവരെല്ലാം കൂടെ നോക്കുന്നേ. താങ്ക്സ്. പ്ലീസ്. എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ. തല ചുറ്റുന്നോ? You're perfect. Am I okay, Sudha? You're perfectly all right. There's nothing wrong with you. Perfectly all right. Excuse me please. Excuse me. Our next item is the most modern interpretation of Mohiniyattam. Come on, Meenakshi. Let's dance. Hey! Meenakshi! Hey, wait! Cool it, man! Meenakshi! Hey! Let me be free, huh? Hey! പഠിച്ചത് മനസ്സിലാക്കാൻ മതി. കേരളത്ത് ഇനി ഇതിന്റെ അകത്ത് പുറത്തിറക്കി നിന്റെ മുട്ട ഞാൻ തല്ലിയടിക്കും. ലെക്കില്ലാതെ കണ്ട എരപ്പാളികളുടെ കൂടെ അഴിഞ്ഞാണോ നടക്കുന്നു? അലവലാതി നിന്റെ തലവഴി ഞാൻ തിളച്ചെണ്ണ പോലും ഒഴിക്കും. സർവ്വത് നശിപ്പിക്കാൻ പറഞ്ഞ സന്തതിയാ നീ. പിറന്നപ്പോ തന്നെ പെറ്റ തള്ളയെ തിന്നില്ല. വേണ്ട പറഞ്ഞാ കൂടിപ്പോ. പഠിത്തം നിർത്തുക, വീട്ടിൽ കൊണ്ട് പൂട്ടിയിടുക, എന്താ ഇതൊക്കെ? ആർക്കാ ഭ്രാന്ത്? തനിക്കോ അതോ ആ കുട്ടിക്കോ? എടോ, ഇതൊക്കെ അറ്റ കയ്യാ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ കുട്ടിക്ക് എന്താ തോന്നാന്നറിയോ? വാശി, വൈരാഗ്യം. പിന്നെ താൻ പിടിക്കുന്നിടത്ത് നിൽക്കില്ല, അറിയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. അതെ, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാ വേണ്ടത്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടി ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തേ? തലയ്ക്ക് വെളിവില്ലാതെ വേഷവും പോലോ. ഈയുടെ ഭാര്യ സാർ അവളെ കണ്ടിട്ടുണ്ടോ? അതിപ്പോ
തന്റെ ഈ വേഷം പ്രത്യേകതാണെന്ന് ഞാൻ പറഞ്ഞാ താൻ സമ്മതിച്ചു തരുമോ? അതുപോലെയാണോ പെൺപിള്ളാര്? 4 പേരുടെ മുമ്പിൽ ഒരു കൂസലില്ലാതെ പറയാൻ തന്നെ എനിക്ക് അറിയിക്കുന്നു. അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റുകയില്ല. താൻ വെറുതെ മനസ്സുകൊണ്ട് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുക. എടോ, അവള് മുന്നോട്ട് കുതിക്കുമ്പോ താൻ പിന്നോട്ട് ഉരുളുക. അതാ സത്യം. മോളെ മീനാക്ഷി, മോളെ, എന്റെ പൊന്നു മോളി വാതിൽ അങ്ങോട്ട് തുറ. ദേഷ്യപ്പെട്ടത് വേറെ ആരും അല്ലല്ലോ, കുഞ്ഞിന്റെ ചേട്ടച്ചനല്ലേ. അതിനിങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാലെങ്ങനെ? വാതില് തുറക്കാൻ. മോളെ മീനാക്ഷി, ഒന്നും മിണ്ടുന്നില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, അയ്യോ, പറഞ്ഞ പോലെ എന്ത് കോലമായത്! എന്റെ ദൈവമേ, എങ്ങനത്തെ മുടിയായിരുന്നു അത്! മുഴുവൻ വെട്ടിമുറിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ, മോൾ എന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആ മനസ്സ് നേരെ ദൈവം പൊറുക്കത്തില്ല മോളെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാ മോളെ ഈ നിലയിലാക്കിയത്. മോളെ ക്ഷമിക്കണേന്ന് ചേട്ടച്ചനോട് പോയി പറ. എഴുന്നേക്ക് വന്നാട്ടെ. അയ്യോ, അവൾ എന്നെ തല്ലിയ ഞാൻ സഹിക്കും. പക്ഷെ ഇനി നിന്റെ ദേഹത്തോടുന്ന ചോര ഉണ്ടല്ലോ, ചോര, അത് ഇവരുടെ അറിയോ? ഇവരുടെ പാല അടിക്കടി, ഇനി അടിക്കടി. പെറ്റ തള്ളയെ കൊന്നില്ലേ, ഇനി പാല കൊല്ലേ. ഇവിടെ എന്റെ ആരുമല്ല. ചെല്ലി ചെല്ല്, നിന്റെ നിർമ്മല ചേട്ടത്തില്ലേ അവരുടെ അടുത്തില്ലേ. ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളും. പക്ഷെ നീ മറക്കരുത്, എന്റെ ജീവിതമാണ് ഞാൻ നിനക്ക് തന്നത്. ചേട്ടച്ചൻ ആർക്കു വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചന് വേണ്ടി തന്നെയാ. നോക്കിക്കൊല്ലണ്ട, എണ്ണി ഞാൻ പറഞ്ഞു തരാം. അവനവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത്. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. അതിന് എന്റെ പേരും പറഞ്ഞ് അവര് കൈയൊഴിഞ്ഞു. ഇന്നേ വരെ ചേട്ടച്ചൻ പിന്നെ അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ചേട്ടച്ചൻ അറിയില്ലെങ്കിലും എനിക്കറിയാം. അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. വല്യനെ ചേട്ടത്തിയെ മോശക്കാരാക്കിയിട്ട് നാട്ടുകാരുടെ സിമ്പതി ചേട്ടത്തിന് നേടണമായിരുന്നു. അതിനാ ചേട്ടത്തിന് എന്നെ വളർത്തിയത്. ചേട്ടത്തിന് ഇതൊക്കെ കേൾക്കാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ചേച്ചി, ഇത് നമ്മുടെ മീനാക്ഷി അല്ല. അവൾ എന്നോട് ഇങ്ങനെ പറയത്തില്ല. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? സത്യം പറഞ്ഞ ചേട്ടത്തി, എനിക്കിപ്പോ അങ്ങോട്ട് പോകണമെന്നേ തോന്നില്ല. വെറുത്തു, ശരിക്കും മടുത്തു ഞാൻ. കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയായാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ? പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇതിനൊക്കെ ഞാനെന്ത് വേണം? എന്നെ എന്തിനാ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നേ? നോ, ഐ വാണ്ട് അലോ ഇറ്റ്. എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും.